ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് ഖുർആൻ കാണിച്ച വഴിയിലൂടെ നടന്നപ്പോഴാണ്. ആരാണ്? ഉമർ. പറഞ്ഞാൽ തീരില്ല. മഹാനായ സയ്യിദുനാ ഉമർ, സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ലോകത്തിലെ ഏറ്റവും നല്ല രാജാവിനെ സൃഷ്ടിച്ചത് ഖുർആനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഖലീഫ, ഏറ്റവും നല്ല നാടുവാഴിയെ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിന്റെ പരലോകത്തേക്കുള്ള വഴികാട്ടലിൽ അവരുടെ ഹൃദയം മുടക്കി നിന്നപ്പോ അവര് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി. ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും നല്ല ഭരണാധികാരി, ഏറ്റവും നല്ല ഭരണാധികാരി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല കരയാൻ. വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ നിൽക്കുമ്പോ പള്ളിയുടെ മെമ്പറിൽ നിന്നിട്ട് കരയാൻ. ഖത്തീബല്ല, ഉമർ റളിയല്ലാഹു തആല രാജാവാണ്, പ്രസിഡന്റാണ്, മുഖ്യമന്ത്രിയാണ്. കരയാൻ. എന്താ കാരണം? നമുക്കൊരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് എത്താൻ പറ്റില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ആരാണ് ഈ പരിവർത്തനത്തിന്റെ പുറകിൽ? ആരാണ് ഈ പരിവർത്തനത്തിന്റെ പുറകിൽ? അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ. എന്തേ ഉമറെ കരയുന്നത്? ആ സമയത്താണ് പറഞ്ഞത്, എന്റെ അധികാരപതയുടെ അങ്ങേറ്റത്തുള്ള ഇറാഖിലെ ദിജ്ല നദിയുടെ തീരത്തുകൂടി അവിടെ ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും ആ വെള്ളപ്പൊക്കമുണ്ടായി ദിജ്ല നദിയുടെ തീരത്തും മണ്ണിടിച്ചിലുണ്ടായി വഴിയടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്. ആ ദിജ്ല നദിയുടെ തീരത്തുകൂടി ഒരു ആട്ടിൻകുട്ടി നടന്നു പോവുകയും വെള്ളപ്പൊക്കമുണ്ടായിട്ടും മണ്ണിടിച്ചിലുണ്ടായി ആ ഭിത്തിയുടെ കെട്ട് തകർന്നുപോയി. ആ ദിജ്ല നദിയിലെ ആട്ടിൻകുട്ടി എങ്ങാനും വീണ് ചത്തുപോയാൽ പടച്ചവന്റെ പരലോകത്ത് ഉമർ സമാധാനം പറയേണ്ടി വരില്ലേ എന്നോർത്തിട്ടാണ് മദീന തിരിന്ന് ഞാൻ കരയുന്നതെന്ന്. കൺമുമ്പിലല്ല, തലസ്ഥാന നഗരിയിലല്ല. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദേശീയപാത നിർമ്മാണം ഇങ്ങനെ നടന്നു പോകുമ്പോ അതിന്റെ സൈഡ് ഭിത്തികൾ ഇടിഞ്ഞിട്ട് പാവപ്പെട്ട പിക്കപ്പിന്റെ ഡ്രൈവർ മരിച്ചു പോകുന്ന, നൂറുകണക്കിന് യാത്രക്കാരുടെ സുരക്ഷകൾ, ജീവനുകൾ അപകടത്തിലാകുന്ന പുതിയ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തന്റെ തലസ്ഥാന നഗരമായ ക്യാപിറ്റൽ സിറ്റിയായ മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇറാഖിന്റെ തീരത്തുള്ള ദിജ്ല നദിയില് വെള്ളപ്പൊക്കമുണ്ടായി. നദിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയി. അതിലെ നടന്നു പോകുന്ന മനുഷ്യനല്ല, ഒരാട്ടിൻകുട്ടി ചത്തുപോയാൽ ഉമർ എന്ത് സമാധാനം പറയുമെന്ന് പറഞ്ഞ് മദീനയിൽ ഇരുന്ന് കരയുന്ന ഖലീഫ. ഒന്നാലോചിച്ചു നോക്ക്. കേരള കർണാടക സംസ്ഥാന അതിർത്തി പങ്കിടുന്ന മംഗൾപാടിയിലെ ഒരു നദിയുടെ തീരത്തുള്ള സംരക്ഷണ ഭിത്തി ഇരിഞ്ഞ് അതിലൂടെ നടന്നു പോയ ഒരാട് ചത്തുപോയതിന്റെ പേര് തിരുവനന്തപുരത്തെ നിയമസഭയിൽ നിന്നിട്ട് മന്ത്രിമാര് കരയുക. ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ ഒരു ഭരണാധികാരിയെ, ആ ഭരണാധികാരിയിലേക്ക് വഴികാട്ടിയ പരിവർത്തനത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കട്ടെ. സഹോദര സഹോദരി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന എന്ന റിപ്പബ്ലിക്കിലൂടെ പാതിരാ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്നൊരു പാവപ്പെട്ട കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ പാതിരാ സമയത്ത് ആ കുടിലിന്റെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന പെണ്ണുകൾ കരയുകയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു, വേഷപ്രസന്നനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ അന്തി ഉമ്മിസു, ലോകത്തിലെ ഏറ്റവും ദുഷ്കർമ്മിയായ ഉമ്മ നിങ്ങളാണല്ലോ. ആ ചോരപ്പൈതലും മടിത്തട്ടിലിരുത്തി കരയുമ്പോ നിങ്ങളുടെ ഹൃദയം പിറക്കുന്നില്ലേ? ആ ഉമ്മ തന്നെ മുമ്പിൽ നിൽക്കുന്നൊരു ഉമറാണെന്നറിയാതെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഈ പറയുക? നിങ്ങൾ അറിഞ്ഞില്ലേ ഈ നാടിന്റെ ഭരണാധികാരിയായ
അമീറായ ഉമർ മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷൻ അനുവദിക്കില്ലെന്ന് നിയമം പാസാക്കി. എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞവർക്കേ റേഷനുള്ളൂ എന്ന് നിയമം പാസാക്കി. എന്റെ കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരയുകയാണ്, ഞാൻ അവന്റെ മുലകുടി നിർത്താൻ പാടുപെടുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്, ആമുർ റമാദ എന്ന് പേരുള്ള വലിയൊരു ക്ഷാമം പിടികിട്ടപ്പോ, അവിടെ ഭക്ഷ്യക്ഷാമം വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉത്തരവിറക്കി, മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷനുള്ളൂ, മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലുണ്ടല്ലോ. ആമുർ റമാദയുടെ ക്ഷാമകാലത്ത് ഹബീബായ നബി തങ്ങളുടെ സഹാബി അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ, പാതിരാ സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് കേട്ട് നെറ്റിത്തെരിച്ചു വീട്ടിലേക്ക് പോയി. രാവിലെ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തെന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു സാഫാത്തിലെ ഒരായത്ത് ഓതിയപ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാ ലക്കും ലാ തനാസറൂൻ. വഖിഫൂഹും, നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു പറയും, വഖിഫൂഹും, നിൽക്കവിടെ, ഇന്നഹും മസ്ഊലൂൻ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവണ്ടെന്ന് പടച്ചവൻ പറയുന്നു. ഹിസാബിനെ കുറിച്ച് പറയുന്ന ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാൻ തുടങ്ങി. അവസാനം ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. അവസാന നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, ഇന്നലെ രാത്രി ഞാൻ ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്റെ ഒരു തീരുമാനത്തിന്റെ പേര് ഉമ്മയുടെ മടിത്തട്ടിലിരുന്നൊരു പിഞ്ചിളം പൈതലിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. കം ഖത്തല ഉമറു മിൻ ഔലാദിൽ മദീന, മദീനയിലെ എത്രയെത്ര കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉമർ കാരണത്താൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അല്ലാഹുവേ, നാളെ പരലോകത്തെത്തുന്ന നേരത്ത് ഉമറേ നിൽക്കവിടെ, ഉമറേ നിൽക്കവിടെ, എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പടച്ചവൻ പറയുമ്പോ, ഇതിനു മറുപടി പറയാതെ ഉമറിനൊരു കാല് മുമ്പോട്ട് വെക്കാൻ കഴിയോ എന്ന് പറഞ്ഞിട്ട് മസ്ജിദ് നബവിയുടെ സുബഹി നമസ്കാരത്തില് കാലിരുമ്പിനേക്കാൾ കരുത്തുള്ള ഹൃദയത്തിന്റെ ഉടമയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞത് സൂറത്ത് സാഫാത്തിലെ ഒരായത്ത് ഓർത്തിട്ടാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നിൽക്കവിടെ, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി, പറഞ്ഞിട്ട് പോയാൽ മതി. നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ ആ വഴികാട്ടി ഖുർആനായിരിക്കണം. ഖുർആനിന്റെ വഴിയിലൂടെ നടന്നാല് ഒരു നല്ല മനുഷ്യനുണ്ടാവും, ഒരു നല്ല സ്ത്രീ ഉണ്ടാവും. ഒരു നല്ല സ്ത്രീ ഉണ്ടാകണമെങ്കിൽ എവിടെ പോകണം? സൂംബ ഡാൻസ് കളിച്ചാൽ ഉണ്ടാവില്ല. ഒരു നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആരുടെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ് സഹോദര സഹോദരി? ഇപ്പൊ ഖുർആനിനെ മുഴുവനും പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ വിപുലമായി പറയാൻ കഴിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പ്രിയപ്പെട്ട സഹോദരി, ഒരു ഏറ്റവും നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എവിടെയാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ സഹോദരി? ഏറ്റവും നല്ല സ്ത്രീ ആരാ? ഐശ്വര്യ റായ്, ലാറ ദത്ത, യുക്താമുഖി, ഇങ്ങനെ നമുക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. മദർ തെരേസ, അൽഫോൻസാമ്മ, ഇങ്ങനെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ലോകചരിത്രത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളാരെന്നറിയോ? ആ സ്ത്രീകള് ശരീര സൗന്ദര്യ പ്രദർശന മത്സരത്തില് സമ്മാനം മോഹിച്ചു പുമറേനിയ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി
പാലൂട്ടിയിട്ട് സൗന്ദര്യ റാമ്പുകളിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യപട്ടം നേടിയ റാണിമാരല്ല, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളാരെന്നറിയോ? നേമൻ നിസാഉ നിസാഉൽ അൻസാർ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാരിയത്തായ സ്ത്രീകളാ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മദീനയിലെ സ്ത്രീകൾ ഏറ്റവും നല്ല സ്ത്രീകളായത് ഏതതിന്റെ പേരിലാ? അവരുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ പേരിലല്ല, അവരുടെ ഇൻസ്റ്റയുടെ ഫോളോവേഴ്സിന്റെ ആധിക്യത്തിലല്ല, 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളായത് എങ്ങനെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. ഓ നബിയേ, വകുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയേ. ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, തലയും മുഖവും മറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് അവരാരും ചോദിച്ചില്ല, നബിയേ ഈ ആയത്ത് മൻസൂഖാണോ, ഈ ഹദീസ് ലൈഫാണോ, ഇതിന്റെ സനദുകളുണ്ടോ, ഇത് മുത്തസിലാണോ, ഇത് മുൻഫസിലാണോ? ഇസ്ലാമിന്റെ കർക്കശമായ വിധി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ സഹാബത്തിനോട് ഓടിക്കൊടുത്തു, സഹാബാ നിങ്ങളുടെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണേ, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണേ. ആ സമയത്ത് അൻസാരികളായ സ്ത്രീകള് അവര് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, തണുപ്പുള്ള മദീനയില് പുതയ്ക്കാൻ ഉപയോഗിച്ച പുതപ്പ് കീറിയിട്ട് അവര് ടൈലറില്ലെന്ന് പറഞ്ഞില്ല, അത് തയ്ച്ചു കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല, റമളാനാകട്ടെ എന്ന് പറഞ്ഞില്ല. ഖുർആനിൽ ഒരു ആയത്തിന്റെ നിയമം ഇറങ്ങിയപ്പോ അവര് പുതച്ച് മദീനത്തെ കൊടുമ്പിരി കൊള്ളുന്ന തണുപ്പത്ത് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചു കീറിയിട്ട് അവരുടെ മുഖം ഇങ്ങനെ മറച്ചു കിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞങ്ങളിതാ ഹിജാബ് അണിഞ്ഞു നബിയേ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തലമറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, ടൈലറില്ല, കട തുറന്നില്ല, സമയമായില്ല, യാതൊരുവിധ പ്രതിവാദങ്ങളില്ല, കിടക്കുന്ന പുതപ്പ് പുതത്ത് കീറിയിട്ട് തലമറച്ച മുഖം മറച്ച മദീനത്തെ സ്ത്രീകളാണ് നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ. അവര് മദീനയിലെ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളാ. ഇൻസ്റ്റയിൽ ഒരു റീലിട്ടാലെന്താ, കല്യാണത്തിനൊന്ന് തുള്ളിച്ചാടിയാലെന്താ, എന്റെ കുടുംബക്കാരുടെ കൂടെയല്ലേ, തലേ ദിവസമല്ലേ, ഒരു റീലൊക്കെ എടുത്താൽ പ്രശ്നമെന്താ? ഇല്ല സഹോദരി, ഇല്ല. പക്ഷേ ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ. നാളെ കത്തിക്കാളുന്ന നരകം പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല സ്ത്രീയെ സൃഷ്ടിച്ച ആ വഴികാട്ടിയുടെ പേരാണ് വിശുദ്ധ ഖുർആൻ. ഒറ്റ ആയത്ത്, കുല്ലിൽ മുഅ്മിനാതി യഗ്ളുന്ന മിൻ അബ്സാരിഹിന്ന, പുതച്ചു കിടക്കണ പുറപ്പ് വലിച്ചീറിയിട്ട് ഒരു മുഖം മറച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, പക്ഷെ ഉൾക്കൊണ്ടാൽ അതൊരു പുളകമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ, പൊതു ഖജനാവിനെ സ്വീകരിച്ച ആൾ, അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി.
ഇതിനകത്ത് ഇപ്പൊ ചൊല്ലാൻ പേടിക്കാനൊന്നുമില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. ഇനിയിപ്പോ പേടിച്ചിട്ട് ചെല്ലാത്താണോ എന്ന് അറിഞ്ഞൂടാ. ആ താളം കേട്ടിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. മാഫി കൽബി ഗൈറുള്ള, എന്റെ കൽബില് എന്റെ ഹൃദയത്തില് റബ്ബല്ലാതെ മറ്റൊരാളില്ല. നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്, അള്ളാഹുവിന്റെ നൂറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞാൻ സലാത്ത് ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ പാരമ്പര്യമായി പരമ്പരാഗതമായി നമ്മുടെ തായ്വടിയിൽ പറഞ്ഞു തന്ന മനോഹരമായ, നമ്മുടെ നെഞ്ചിലുടക്കി നിന്ന ഒരു ആദർശത്തിന്റെ തൗഹീദിന്റെ മന്ത്രമാണിത്. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങാനും എൻ്റെ വീട്ടില് പഴയ വീഡിയോ കോണിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിട്ട് മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എൻ്റെ വീട്ടിൽ ഇത് കയറ്റിയാൽ മലക്കുകളിൽ വീട്ടിൽ കയറൂലൗണ് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മൂമ്മമാരുണ്ട്, നമ്മളെ ദീൻ പഠിപ്പിച്ചു തന്നവര്. ഇപ്പൊ അവര് സ്വന്തം റീലിടാൻ തുടങ്ങി. ആ കെട്ട കാലത്താണ് നന്മ പറഞ്ഞു തരാൻ ഒരാൾ പോലും ഇല്ല. ഇതാണ് നന്മ, ഇതിലേടൊക്കെ നടക്കൂ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അണ്ണൊന്ന് ഉറക്കെ പറയും. അധിക മനോഹര നൂറുള്ള അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. ഉറക്കെ ഹസ്ബി റബ്ബി. മെല്ലെ നനങ്ങിയിട്ടുണ്ട്. ബദറിലും മികന്തൊരു ശോഭനബി ബീവി ആമിനത്തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായ കവിത, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത ഏതാ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത ഏതാ? പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. ഇത് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കാൻ നോക്കട്ടെ. അല്ലാഹു അലൈസ മിൻകും റജുലുൻ റഷീദ്. ആരോ ഒരാൾ വായിക്കല് ഇത് കേട്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കി. ഒന്ന്. രണ്ട്. വഖാല റജുലു മുഅ്മിനും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. എപ്പോഴും ഒരാളെങ്കിലും രണ്ടാളെങ്കിലും ഒരു വിശ്വാസത്തിന്റെ കണിക ചരിത്രത്തിൽ ഉണ്ടാകുന്നതാണ്. എന്താ ഇത്? എന്താ ഇത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞതല്ല. കൗമാരത്തെ മുഴുവനും ഹൃദയത്തെ കീഴടക്കിയ ഈ റാപ്പി മ്യൂസിക്കിന്റെ നടുവിലല്ല ഇത്. ഇത് ഖുർആൻ, ഇത് ശുജായി മൊയ്ദ് മുസ്ലിയാർ പാടിയതാണ്. ഫൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട. ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഇത് ശുജായി ചോദിക്കാൻ, എടാ മനുഷ്യ, നീ വലിയ അഹങ്കാരത്തില് നെഞ്ചും പിരിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ, നീ ആരാന്ന് നിനക്കറിയാമോ? ഫൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട. എടാ മനുഷ്യ, എടാന്ന് നിങ്ങളെ എന്നെ വിളിക്കാനായിട്ട് എന്റെ ഇടയ്ക്കിടെ വേണം ഇറങ്ങി പോവാൻ. എടാ പൊട്ടാന്നല്ല ഫായാണ്. ഫൊട്ട, നീ ആരാടാ? വലിയ നെഞ്ചും വിരിച്ചു ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ ഫിർഔനിനെ മാതിരി. ഫിർഔൻ മാത്രമേ ചത്തിട്ടുള്ളൂ. ഫിർഔന്റെ ഫോട്ടോ സ്റ്റാറ്റ് എപ്പോഴും ഉണ്ടാകുന്നതാണ് ഖുർആൻ. കദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ എന്നാണ്. എല്ലാ ഖറിയയിലും ഒരു ഫറോവയെ പോലെയുള്ള ചിന്താഗതികളുള്ളവർ ലോകത്തുണ്ടാകുമെന്നാണ്. ഏകാധിപത്യം, സർവാധിപത്യം, സ്വേച്ഛാധിപത്യം, അതിന്റെ വിശ്വാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. നീ ആരാണ് നെഞ്ചും വിരിച്ച് ഞാൻ എന്ന് പറയാൻ? നീ ആരാ? നീ ഒരു കാലത്ത് ചേർത്ത് പിടിച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന, കണ്ടാലുടൻ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു നീ നിന്റെ ജനനത്തിന് മുമ്പ്. ഇപ്പൊ നീ ആരാ? പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട. കുറെ കാഷ്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ്. അതിനെ പുറത്തോട്ട് വേറൊന്നുമില്ല.
റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട. ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയാൽ തണുത്ത് മരവിച്ച് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഉമ്മറപ്പടിയിൽ മലത്തിക്കടത്തിയ ഒരു മൃതദേഹമാണ് നീ എന്ന് ശുജായി പാടുകയാണ്. ഇതെന്താ ഇത് ഖുർആന്റെ ഒരായത്തിനെ കവിതയായപ്പോൾ ഉണ്ടായ മനോഹരമായൊരു സംഗീതമാണ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് എവിടെയാണെന്ന് നീ നോക്കുന്നില്ലേ? അത് ശുജായി മൈദൂസിലായിട്ട് കവിതയാക്കി. ഖുർആനിനെ പോലൊരു സംഗീതം വേറെ എവിടെയാ ഉള്ളത്? ഞാൻ എന്റെ പുതിയ തലമുറയോട് പറയാൻ, ഖുർആനിനെ പോലെ മനോഹരമായൊരു സംഗീതം വേറെ എവിടെയാ ഉള്ളത്? ശുജായി നിർത്തിയിട്ടില്ല. പകൽ കണ്ണടച്ചാൽ ഉരുളാമോ പൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമോ പൊട്ട, നട്ടാൽ പുൽ നെല്ല് വിളയുമോ പൊട്ട, നാരായം വിട്ട ചുറ്റുമോ പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട. എടാ പൊട്ട, നിങ്ങളല്ലാട്ട എടാ പൊട്ട, പകല് കണ്ണടച്ചാൽ ഇരുട്ട് വരുവോ? പകല് കണ്ണടച്ചാൽ ഇരുട്ട് വരുവോ? ഇല്ല. ഫന്തം തെളിച്ചാൽ ഫജ്റാമോ പൊട്ട, രാത്രിയിൽ പന്തം കൊളുത്തിയാൽ പകലാകുവോ? ഇല്ല. രണ്ടേ രണ്ടായത്ത് മനോഹരമായ കവിത. നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇത് മരിച്ചെടുത്ത് ഓതാൻ മാത്രമുള്ളതാന്ന് അല്ല. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠമായി വഴികാട്ടിയാകുമ്പോഴാണ് മരണശേഷം അത് പ്രയോജനം ചെയ്യുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും നല്ല സംഗീതം ഖുർആനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്ന് എനിക്കറിയില്ല. നമുക്കൊക്കെ അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. പണ്ട് കാലത്ത് ഈ KPSCയുടെ നാടകമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് മേലോട്ട് ഉയർത്തിയിട്ട് വൈകുന്നേരമാകുമ്പോൾ മുകളിൽ വന്ന കല്ല് താഴോട്ട് ഉരുട്ടി വിട്ടിട്ട് കൈ പൊട്ടിച്ചിരിക്കുക. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന KPSCയുടെ നാടകം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്രയ്ക്ക് മുത്തക്കിങ്ങളാണ് ശ്രീകാരി. അത് കണ്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോ ആര് എന്തൊക്കെ? പഴയ KPSCയുടെ നാടകം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ഞാൻ ഖുർആനെ പറയാനാ KPSCയുടെ നാടകത്തെ പറയുന്നത്. ഈ മലയാളത്തിന്റെ നാടക സങ്കല്പത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലുരുട്ടി മുകളിൽ കയറ്റുക, വൈകുന്നേരം ആകുമ്പോൾ ഉരുട്ടി താഴോട്ട് ഇടുക. ഇതാരെ കുറിച്ചാ? ഈ KPSCയുടെ നാടകം കണ്ട് അത്ഭുതപ്പെട്ടവരോട് 1400-1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്, വലാ തകൂനൂ കല്ലതീന കളത ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഫാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചുറ്റിയിട്ട് വൈകുന്നേരം അതിനെ തിരിച്ച് കറക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ. വലാ തകൂനു സൂറത്ത് ഖുർആനിലെ സൂറത്ത് റഅദ്. അതല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ? റുബമയുടെ അവസാനം വലാ തകൂനു കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാദാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചുറ്റിയിട്ട് വൈകുന്നേരം അത് തിരിച്ച് കറക്കി കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലൂടെ നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിശാലമായൊരു വിഷയം, വളരെ വിശാലമായൊരു വിഷയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1 മുതൽ 10 വരെ നമ്മളെ എണ്ണാൻ പഠിപ്പിച്ചാരാ? ആരാ? 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? ഖുർആൻ അല്ലേ? എന്നാ എണ്ണങ്ങള് ഖുർആനാന്നല്ല, എന്നാ എണ്ണി പറയും. ആരാ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? നമ്മൾ പറയും LKG പോയപ്പോ ടീച്ചർ ഇങ്ങനെ ബോർഡ് എഴുതി തന്നു 1 2 3 4. നമ്മൾ എണ്ണി പഠിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ എണ്ണിയിൽ 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണാൻ അറിയാവുന്ന ആരുണ്ട്? അത് കൈവക്കുക. മുത്തലിങ്ങളല്ലേ?
ഇവിടെ ഉണ്ട്. ഗൾഫിൽ പോയൊരു ഉംറ വിസക്കാരൻ ഉണ്ടെങ്കിൽ അറിയാം ഇല്ലേ? 1 മുതൽ 10 വരെ അറബി നമ്മൾ ഗൾഫിൽ പോകാൻ വേണ്ടി അറബി പഠിക്കും. അത് പഠിക്കാറുണ്ട്. മലപ്പുറത്ത് ഒരു അത്യാവശ്യം അറബി പഠിച്ചിട്ട് ഗൾഫിൽ പോയി. അവൻ കടയിൽ നിന്ന് അറബി വന്നിട്ട് ചോദിച്ചു കം റിയാൽ. അപ്പൊ ഇവൻ അറബ് റിയാൽ. അപ്പൊ അറബി ചോദിച്ചു ആഖിർ കലാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും? അറബി ചോദിച്ചാൽ ആഖിർ കലാം. അപ്പൊ പാവപ്പെട്ട പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഖിർ കലാമല്ലേ? അത്യാവശ്യം അറബി അറിയാമല്ലോ. ഞാൻ ഈ സമയത്ത് ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്. 1 മുതൽ എണ്ണിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്ഉ ഇലാ തആമിൻ വാഹിദിൻ. വാഹിദ് 1 എന്നാന്ന് പറഞ്ഞവരൊക്കെ എന്ത്? വാഹിദ് 1. ഫഅർസൽനാ ഇലൈഹിം മുസ്നൈൻ ഇസ്നൈൻ. സൂറത്ത് യാസീൻ 2. ഫഅസ്സസ്നാ ബിസാലിസിൻ സാലിസ് 3. ഫഖുദ് അർബഅതൻ മിനദ്ദൈർ 4. സൂറത്തുൽ ബഖറ സയഖൂലൂന ഖംസത്തുൻ ഖംസ 5. സൂറത്തുൽ കഹ്ഫ് അല്ലദീ ഖലഖസ് സമാവാതി വൽ ബർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം 6. 6. സൂറത്തുൽ ഖസസ് അല്ലദീ ഖലഖസ് 7 സമാവാതി തിബാഖാ 7. 7. സൂറത്ത് നൂഹ് 8 അസ്വാദിൻ 8. 8. സൂറത്തുൽ അറാഫ് വകാന ഫിൽ മദീനതി 9 റഹ്തിൻ 9. 9. തിൽക അശറത്തുൻ കാമില 10. പഠിപ്പിച്ച് പറയും മനുഷ്യന്മാരെ. വെറുതെ ചരിത്രം പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ നീട്ടിപ്പരത്തി പറയാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഖുർആനോടൊരു മുഹബ്ബത്ത് വേണ്ടേ? ആരാ പഠിപ്പിച്ചത്? എന്റെ ഖുർആൻ, എന്റെ ഖുർആൻ, എന്റെ ഖുർആൻ. മഹിലൻ ഹദാകല്ലദീ അഅതാക നാഫിലത്തുൽ ഖുർആനി ഫീഹി മവാഇദും വതഫ്സീലു. മഹിലൻ ഹദാകല്ലദീ, മനോഹരമായി ഖുർആൻ. അതിൽ എല്ലാം മവാഇദുണ്ട്, തഫ്സീലുണ്ട്. ഒരു ഷായിർ ബൈത്തൻ ഉസ്താദ്, ഷായിർ ബൈത്തൻ സൈന്ദു ഉസ്താദ് എന്റെ ഉസ്താദും കൂടിയാണ്. എന്നെ കിതാബ് പഠിപ്പിച്ച ആളാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സ് നൽകട്ടെ. എന്റെ വന്ദ്യരായ ഗുരുനാഥരൻ അവര് പഠിപ്പിച്ചു തന്ന പാഠങ്ങളാണ് നമ്മൾ പകരുക. 11. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് 12. 12. നിങ്ങൾ ഈ ഖുർആൻ പഠിക്കാത്തത് എന്താ? എല്ലാം നമുക്കറിയാം, ഖുർആൻ നമുക്കറിയില്ല. അത് ഓതാൻ നമുക്കറിയില്ല. വവഅദ്നാ മൂസാ 30 ലൈല വഅതമനാഹാ ബിഅശരിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. 30, 40. ഇനി എണ്ണൽ സംഖ്യയിൽ ഏറ്റവും വലുതേതാ? പറയാൻ സമയമില്ലല്ലോ. തീരാറായ സമയം തീരാറായ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇന്നോടെ പ്രസംഗം തീരും, എനിക്ക് തീരൂല. എനിക്ക് വേറൊരു പ്രശ്നമല്ല. ഈ ഖുർആനിനെ നമ്മൾ അറിയണം. ഇതിന്റെ ഖാദിമീങ്ങളാവണം, ഇതിന്റെ സേവകരാവണം. ഇത് അലമാരയിൽ വെക്കാനുള്ളതല്ല, ഇത് അലമാരയിൽ സൂക്ഷിക്കാനുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ ദുനിയാവും ഖുർആനിലാണ്, നമ്മുടെ ആഖിറവും ഖുർആനിലാണ്, നമ്മുടെ ഖബറിന്റെ വെളിച്ചവും ഖുർആനിലാണ്, നമ്മുടെ മഹിശറയുടെ സ്വർഗവും ഖുർആനിലാണ്. എന്റെ സഹോദരങ്ങളെ, നമുക്കത് അറിഞ്ഞുകൂടാ. ഹിസ്റ്ററി പഠിക്കാറുണ്ടല്ലോ കുട്ടികള്. ആ കുട്ടികൾ ഒരു രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യം അതിന്റെ വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ, രണ്ടാമത് ഹിസ്റ്ററിയിൽ ശ്രീകാര്യം ധാരാളം അഭ്യസ്തവിദ്യരായ ആളുകളാണല്ലോ, ചെറുപ്പക്കാരാണല്ലോ. ഹിസ്റ്ററി പഠിച്ചാൽ ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആദ്യം വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ. 1500 വർഷം മുമ്പ് യാസീൻ കഴിഞ്ഞിട്ടൊരു സൂറത്തുണ്ട്, സൂറത്തു സാഫാത്ത്. യൂനുസ് നബിയെ ഞാൻ നീനബയിലേക്ക് പറഞ്ഞു വിട്ടു. ഫാർസൽനാഹു ഇലാ 100,000 ഔ യസീദൂൻ. അവിടുത്തെ ജനസംഖ്യ 1,00,000-ലധികമായിരുന്നു. അവിടുത്തെ ജനസംഖ്യ 1,00,000. ആദ്യമായി ജനസംഖ്യയെ കുറിച്ച് പറയുന്നത് ഖുർആനാണ്. ആ ഖുർആനാണ്. അല്ല എല്ലാം പറഞ്ഞ ഖുർആൻ സമയത്തിന്റെ പരിമിതിയിൽ വിശദീകരിക്കാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ സഹോദരങ്ങളെ. ആ ഖുർആനിൽ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ വീട്. ഈ ശ്രീകാര്യത്തെ ഒരു വീട് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഖുർആനിലുണ്ട്.
ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അങ്കബൂത്ത് എന്നാണ്. ശ്രദ്ധിച്ചേക്കി എല്ലാ രക്ഷകർത്താക്കളും ഉമ്മമാരൊക്കെ നിങ്ങളുടെ വീട് ഖുർആനിലുണ്ട്. ആ വീട് ഏതെന്ന് ചോദിച്ചാൽ ആ വീടാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അങ്കബൂത്ത്. സൂറത്തിന്റെ പേര് പോളിംഗ് ബൂത്ത് അല്ല, അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചിലന്തി. അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിലന്തി. മോനെ, ഈ ഖുർആനിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, എല്ലാവരും അതിലുണ്ട്. അങ്കബൂത്ത്. അതിലൊരായത്തുണ്ട്, മതലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമതലിൽ അങ്കബൂത്ത് ഇത്തഖദതു ബൈതാ. അല്ലാഹു അല്ലാത്തവരെ ജീവിതത്തിൽ സഹായമായി കാണുന്നവർ, അല്ലാഹു അല്ലാത്തവരെ അവലംബിക്കുന്നവർ, അവരുടെ ഉപമ ചിലന്തിയുടെ വീട് പോലെയാണ്. ഇന്ന ഔഖനൽ ബുയൂതില ബൈതുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് അത് തമ്പാനൂർ റെയിൽവേ പുറമ്പോക്കിൽ 4 ടാർപ്പായിൽ വലിച്ചു കെട്ടിയതല്ല. നമ്മൾ കാണുന്ന ഈ കാണുന്ന കോളനികളുടെ വീടുകളല്ല. വെള്ളപ്പൊക്കത്തിന് തകർന്നു പോകുന്ന, കാറ്റൊന്നടിച്ചാൽ പറന്നു പോകുന്ന, ദേശീയപാതയുടെ ജോലിക്ക് വന്ന തമിഴ് തൊഴിലാളികളെ കിടക്കുന്ന താൽക്കാലിക വീടല്ല. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. എന്താണ് കാരണം? ഇത് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത്തഖദതു ബൈതാ. ഖുർആൻ പറയുകയാണ് ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് പെങ്ങളെ. എന്തേ കാരണം? ചിലന്തിയുടെ വീട് ദുർബലമാവാൻ കാരണം നമുക്കറിയാം. ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരകൗശല വൈദഗ്ധ്യത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ശരീരത്തിൽ നിന്ന് വരുന്ന പശ കൊണ്ട് ഒരു മനോഹരമായ വീട് പണിയും ചിലന്തി. ആ ചിലന്തിയുടെ വീടിന്റെ ഇഴകൾ പോലെ സമീകൃത അകലത്തിലാണ്. സ്കെയിൽ വെച്ച് നോക്കിയാൽ മൊത്തം ഒരേ അളവാണ്. മൊത്തം ഒരേ അളവാണ്. നമ്മുടെ പാലത്തിന്റെ ഒക്കെ അളവോ അതുപോലെയൊന്നുമില്ല, ഒരേ അളവാണ്. മനോഹരമാണ് ചിലന്തിയുടെ വല. പക്ഷേ കാറ്റൊന്നടിച്ചാൽ, വിരലൊന്ന് തൊട്ടാൽ ആ വല പൊട്ടൂലേ? ഞാൻ ഇത് ഗൂഗിളിൽ നോക്കണം. പൊട്ടും. ഇത്രയും മനോഹരമായി ഉണ്ടാക്കിയ വല വിരലൊന്ന് തൊട്ടാൽ പൊട്ടും. പൊട്ടൂലേ? പൊട്ടും. അതുകൊണ്ട് ചിലന്തിയുടെ വീട് ദുർബലമാണ് അല്ല. ഇത് നമ്മുടെ മണ്ടം വിശ്വാസമാണ്. അതുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത്. അതറിയണമെങ്കിൽ അടുത്ത ഭാഗം ഓതണം. ഇത്തഖദതു ബൈതാ. ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഇത്തഖദതു ബൈതാ. ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഇത്തഖദ ബൈതാ എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുന്നത് ആൺചലന്തി. ഇത്തഖദതു ബൈതാ എന്ന് പറഞ്ഞാൽ താവ് വന്നാൽ പെൺചലന്തിന. അതാ ഖുർആന്റെ പ്രത്യേകത. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വാവൊക്കെ കളയരുത്. ഒരു വാവ് പോയാൽ അർത്ഥം മാറും. വാവ് വന്നാൽ അതിനകത്ത് അതിന്റെ ആ വാവിനും ഫായിനും തുമ്മയ്ക്കും ഒക്കെ അർത്ഥമുണ്ട്. ഇത്തഖദ ബൈതാ. അതുകൊണ്ടാണ് ഖുർആനിന് മലയാളത്തിൽ പരിഭാഷ എഴുതിയാൽ അത് ശരിയാവൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, മലയാള ഭാഷയ്ക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റൂലാത്തത് കൊണ്ടാണ്. ഇത്തഖദത്ത് ബൈതാ വന്നാൽ പെൺചലന്തിയാണ്. ഫായിൽ മുഅന്നസ് ആണെങ്കിൽ ഫീലില് താവ് വരണം. എന്നാണ് വ്യാകരണ നിയമം. അതിനകത്ത് താവ് വരണം. ഇത്തഖദതു ബൈതാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. കേട്ടോ, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ആൺചലന്തി ഭർത്താവ് വെളിയിൽ നിന്ന് സഹായിക്കലേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ അയക്കലേ ഉള്ളൂ. ഈ സാധനം വാങ്ങിക്കണവും പർച്ചേസ് ചെയ്യണവും കൊടുക്കണതും എല്ലാം ആരാണ്? ഇതെല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടാ, നമ്മളൊക്കെ എല്ലാ ആളുകളാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. പക്ഷേ ആ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും.
എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടി ആ വീട്ടിൽ മനോഹരമായ വീട്ടിൽ താമസം തുടങ്ങും. കുറെ കഴിയുമ്പം മക്കൾ ഈ അമ്മയെ കൊല്ലും. എന്നിട്ട് അവരുടെ ഭാര്യമാരുമായി താമസം തുടങ്ങും. കുറെ കഴിയുമ്പോ ആ ഭാര്യമാരെ ഈ ഭർത്താവിനെ കൊല്ലും. അതാ ഏത് ചെലന്തി വരെ നോക്കിയാലും അതിനകത്തൊരു പാവം ചെലന്തി ചത്തു കിടക്കണ കാണാം. അത് ഈ ഹസ്ബൻഡാണ്. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ വീടുകളെ കുറിച്ച് അറിയാവുന്ന പടച്ചവൻ പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഖുർആൻ പറഞ്ഞ ഒരായത്തിൽ ഇത്രയും വലിയ അത്ഭുതമുണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ ചിലന്തിയുടെ വീട് ഏറ്റവും ദുർബലമായ വീടായതിന് കാരണം എന്തെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട ലോകത്തിലെ ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി ചെലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ചെലന്തിയുടെ വീട് ദുർബലമായത്. വീട് ചെറുതായത് കൊണ്ടല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ ഓരത്ത് മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റിന്റെ കൊട്ടാരങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മിക്കവാറും വീടുകൾ ചെലന്തിയുടെ വീടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല. ഭർത്താവും മക്കളും അമ്മയും മക്കളും തമ്മിലില്ല. സഹോദര, 6 വയസ്സുകാരി മരണപ്പെട്ടപ്പോ അവളെ കൊന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു അത്രേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 6 വയസ്സുകാരി പൊന്നുമോള് മാനഭംഗം ചെയ്യപ്പെട്ടു അത്രേ. കരികാലയുഗമേ പിശാചുക്കൾ വാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിക്കുമ്പോ 6 വയസ്സുകാരി പൊന്നുമോളുടെ ചിതറി തെറിച്ച വളപ്പൊട്ടുകൾ കിടക്കുമ്പോ അമ്മ ജോലിക്ക് പോകുന്നു. അച്ഛനും കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. എത്രമേൽ ദുർബലമാണ് ആ വീട്. 6 വയസ്സുകാരി പൊന്നുമോളുടെ പോലും മാനം പിച്ച് ചീന്തുന്ന വീടുകൾ. ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാര്. ഭർത്താവും മക്കളും ഉണ്ടായിട്ടും 2025 എന്ന വർഷത്ത് 2598 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോയത്. 2025 മാത്രം 2598 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയത്. അതിനൊരു മറുപുറമുണ്ട്. 2025 2598 ഭർത്താക്കന്മാരെ രക്ഷപ്പെട്ടു എന്നർത്ഥമുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം? 2598 സ്ത്രീകൾ. ഇതാണ് ഖുർആൻ വിശ്വാസിയുടെ വഴികാട്ടി. സഹോദര, വലിയ രാജകീയ വീട് വേണമെന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ചക്രം ഇങ്ങനെ ഉരുട്ടിയിട്ട് ജീവിതത്തെ ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറില്ലേ? കൊച്ചു വീട്ടില് വൈകുന്നേരം വന്ന ചോറ് പൊതിയും തുറന്ന് അച്ചാറിൽ നിന്ന് ഒരു ചെറിയ തഴപ്പായിൽ കിടന്നുറങ്ങുന്നവൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും വലിയ കോടീശ്വരന്മാർക്ക് കഴിയുന്നില്ലല്ലോ. 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ബാംഗ്ലൂർ നഗരത്തിലെ സ്വപ്ന സദൃശമായ കൊട്ടാരം വെച്ച മനുഷ്യനാണ് ഇടനെഞ്ചിലേക്ക് സൈലൻസർ ഘടിപ്പിച്ച തോക്കിന് വെടിയുതിട്ടിട്ട് മരിച്ചു പോയത്. എന്തിന്റെ കുറവാണിത്? ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വീടുകൾ പോലും വിശുദ്ധമായ ഖുർആനിലുണ്ട്. നമ്മുടെ വീടുകളിൽ ചെലന്തിയുടെ വീടുകളാവരുതേ. സന്തോഷമുള്ള സമാധാനമുള്ള വീട് വേണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ സമാധാനം തന്നതാരാ? നമുക്കൊരു വീട് തരാൻ ചിലപ്പോൾ പഞ്ചായത്തിന് കഴിയും. ഒരു വീട് വെക്കാൻ EMS ഭവന പദ്ധതിക്ക് കഴിയും. ഒരു വീട് വെക്കാൻ ഗവൺമെന്റിന് കഴിയും. ഒരു മുതലാളിക്ക് നമുക്കൊരു വീട് വെച്ച് തരാൻ കഴിയും. പക്ഷേ ആ വീട്ടില് സമാധാനം തരുന്നതാരാ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നമ്മുടെ വീടുകളെ അല്ലാഹു പറയുകയാണ്, ആ വീട്ടിൽ സന്തോഷവും സമാധാനവും നൽകുന്നത് അല്ലാഹു മാത്രമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ നയിച്ച വഴികളിലൂടെ നാം മുമ്പോട്ട് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ യാ റബ്ബൽ ആലമീൻ. വശംസി വളുഹാഹാ വശംസി വളുഹാഹാ. ഒന്നെന്റെ കൂടെ ഓതിന് അറിയാവുന്ന ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ.
എല്ലാ ഇശാ നമസ്കാരം കഴിയുമ്പോ മിക്ക ഇശായിലും ഖതീബ് സുറൂറുദ്ദീൻ ഖാസിമി ഓതാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഇമാം നായിബ് ഇമാം അബ്ദുൽ ഹാദി മൗലവി ഓതാറുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണ ജീവിതം ഏതാണ്ട് 30 വർഷത്തോട്ട് അടുക്കുകയാണ്. ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പരിപാടി UAE പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഗസ്റ്റായിട്ട് പോകുമ്പോൾ അബുദാബി എക്സിബിഷൻ സെന്ററിൽ നടന്ന വലിയൊരു പരിപാടിയാണ്. അത് ഉദ്ഘാടനം ചെയ്ത MA യൂസുഫ് അലി സാഹിബാണ്. ആ പരിപാടിക്ക് പോലും ഇത്രയും ഫോൺ കോൾ എനിക്ക് വന്നിട്ടില്ല. ശ്രീകാര്യത്തെ പരിപാടിയായിട്ട് അബ്ദുൽ ഹാദി മൗലവി ഇരിക്കാനും കിടക്കാനും സമ്മതിക്കേണ്ട ഒരു പരിപാടി വെച്ചിട്ട് ആ പരിപാടിക്ക് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായില്ല. ഈ പരിപാടിക്ക് ഇത്രയും കോള് വന്ന ഒരു പരിപാടി വേറെയില്ല. ആവേശമായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളൊക്കെ ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഉസ്താദ്, ഞാൻ, അബ്ദുൽ ഹാദി മൗലവി, ശൈഖുനാ PK കോയ മൗലാന നവ്വർ അല്ലാഹു മർക്കദ, ജാമിയ ഹിദായത്തുൽ ഇസ്ലാം പൂന്തറയുടെ 1/2 നൂറ്റാണ്ട് കാലം മനോഹരമായി നേതൃത്വം നൽകിയ ശൈഖുനാ PK കോയ മൗലാന നവ്വർ അല്ലാഹു മർക്കദ ഉസ്താദിന്റെ ശിഷ്യനാണ് സൈനദി ഉസ്താദ്. സയ്യിദ് ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് ഞാനും അബ്ദുൽ ഹാദി മൗലവി. ഒരു മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഖബറിലേക്ക് എത്തുന്ന ഒരു സവാബിന്റെ വിപ്ലവം ഉണ്ടല്ലോ, ആ ഉസ്താദുമാരാണ്. അർഷദ് മുഹമ്മദ് നദിവി ജൗഹറുൽ ഉലൂമിന്റെ പ്രിൻസിപ്പൽ ഉസ്താദിന്റെ ശിഷ്യനാണ്. അവരിലൂടെ ഇപ്പോൾ വരുന്ന ഇവർ അവരുടെ ശിഷ്യന്മാരാണ്. ഇങ്ങനെ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ മൺചരാത് പോലെ മൈലാഞ്ചി ചെടിയുടെ താഴെ മലന്ന് കിടക്കുമ്പോഴും ഒരു മൺചരാത് പോലെ മാനവ മനസ്സുകളിൽ മങ്ങാതെ മറയാതെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വെളിച്ചമുണ്ടല്ലോ, അത് ഖുർആന്റെ വെളിച്ചമാണ്. അത് ഖുർആന്റെ വെളിച്ചമാണ്. എന്നെ പ്രഭാഷകനാക്കിയത് ആ ഖുർആന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ നടക്കണം. ഈ റമളാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ചെറുപ്പക്കാരോട് ഖുർആൻ പഠിക്കുക എത്ര മനോഹരമായിട്ട് ഓതും. നല്ല കാര്യങ്ങളാവണം. ശ്രീകാര്യത്ത് കഴിഞ്ഞ വർഷവും അതിനു മുമ്പും തറാവീഹിന് ഹാഫിളീങ്ങളായിട്ട് ഇമാമത്ത് നിന്നത് എന്റെ ശിഷ്യന്മാരാണ്. നമ്മുടെ സുഫിയാൻ തങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം റോഷൻ അഹമ്മദ് ഹാഫിള്. റോഷൻ അഹമ്മദ് ദുബൈ ഹോളി ഖുർആനില് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആളാണ്. ദുബൈ ഹോളി ഖുർആനിൽ മനോഹരമായിട്ട് ഓതണം. അത് പഠിക്കണം. എത്രയോ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, എത്ര ഹിഫ്ള് ക്ലാസ്സുകളുണ്ട്. ഇനി മറ്റന്നാൾ ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ നടക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ 27 ഹാഫിളീങ്ങൾക്കാണ് സനത് കൊടുക്കുന്നത്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ. അവിടെയും മുഖ്യ പ്രഭാഷണത്തിന് പാവപ്പെട്ടവരുണ്ടാവും. 27 ഹാഫിളീങ്ങൾ. ആ കുടുംബത്തിന്റെ സുഹൃത്തും എന്താണ്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ ഓതണം തന്നെ മലയാളത്തിലാണ്. നമ്മൾ മലയാളികൾ ഖുർആൻ ഓതണം തന്നെ മലയാളത്തിലാണ്. അറബികൾ ഓതുന്നതൊക്കെ എന്ത് സൗന്ദര്യമാണ്. നോർത്ത് ഇന്ത്യക്കാർ ഓതുന്നത് കേൾക്കാൻ എന്ത് രസമാണ്. മലയാളികൾ ഓതിയാല് നമ്മളൊരു താളത്തിലും ഈളത്തിലും. ഈ മരണ വീട്ടിലെ ഒരു യാസീൻ ഓതലുണ്ട്. പിന്നെ ഒരു പിച്ച് ഔട്ടാണ്. ഇതാണോ ഖുർആൻ ഓതല്? ഇനിയിപ്പോ റമളാനിൽ ഉമ്മാമാര് എന്നിട്ട് ഓതുന്നേക്കാം. വലക്കത് അലല്ലമെങ്ങും ജബില്ലം ഗദീറാ അബലം തകൂനൂ തൈകിലൂൻ. കാഫുമല കണ്ട പൂങ്കാറ്റ് കാരക്ക നീ കൊണ്ടുവന്നിട്ട്. നമ്മൾ ഓതന തന്നെ മലയാളത്തിലാണ്. അതെന്താണെന്നറിയോ? ഈ രീതിയിൽ ഒരു അറബിയോട് ഓതാൻ പറഞ്ഞു നോക്കി നടക്കൂല. കാരണം ഈ മാപ്പിളപ്പാട്ടിന്റെ താളം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. നമ്മൾ ഓതിയാലും അങ്ങനെ വരും. കാപ്പ് മലകണ്ട പൂങ്കാറ്റ് കിടക്കേണ്ട. നന്നായി ഓതാൻ പഠിക്കണം. നന്നായി പറ മനുഷ്യന്മാരെ, നന്നായി ഓതാൻ പഠിക്കണം. വേടന്റെയും റാപ്പി മ്യൂസിക്കും കേൾക്കാൻ ഓടിപ്പോകുന്ന കൗമാരക്കാരെ, ഏറ്റവും മനോഹരമായ സംഗീതമേതാ? സക്കറാത്തിന്റെ വേദനയിൽ റൂഹ് പിട പറയുന്ന നേരത്ത്, ആ മനോഹരമായ നേരത്ത് റൂഹ് പിട പറയുമ്പോ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് പിടിക്കുന്ന ഇസ്രായേൽ അലൈഹിസ്സലാത്തു എത്തുമ്പോ കൈകാലുകൾ വിറക്കുന്നു, നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ കൂടുന്നു. ആയിഷ, എന്റെ ശരീരം ചൂടാകുന്നു മോളെ. ആ പുതപ്പൊന്ന് തണുപ്പിക്കെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ കമ്പിളി പുതപ്പ് നനച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ ഇങ്ങനെ തണുപ്പ് കൊടുക്കുമ്പോ
സക്കറാത്തിന്റെ നേരെ പിടയുന്ന നേരത്ത് ഹബീബായ നബി തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, അരിഹിന ബിഹായാ ബിലാൽ, ബിലാലെ ഒന്ന് ബാങ്ക് വിളിക്കു ബിലാലെ, എന്റെ ഹൃദയത്തിനൊരു സമാധാനം വരട്ടെ. ബിലാലെ ബാങ്ക് വിളിക്കു ബിലാലെ. മരണനേരത്ത് പിടയുന്ന നേരത്ത് ഹബീബായ നബി തങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകിയ നാദമേതാ? അത് പള്ളിയിലെ മുഅദ്ദിന്റെ നാദമാണ്. അരിഹിന ബിഹായാ ബിലാൽ, ബിലാലെ 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 ഒന്ന് ബാങ്ക് വിളിക്കൂ. മിനാരത്തിൽ നിന്ന് വരുന്ന അല്ലാഹു അക്ബർ കേട്ടിട്ട് എന്റെ ഹൃദയത്തിന് സന്തോഷം വരട്ടെ. ബിദോവന്റെ മൂൺലൈറ്റോ സാറ്റേക്കാളേറെ, എ.ആർ. റഹ്മാന്റെ മ്യൂസിക്കിനെക്കാളേറെ, പാശ്ചാത്യ സംഗീതത്തെക്കാളേറെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മ്യൂസീഷ്യൻ ജർമ്മൻ സംഗീതജ്ഞനായ ബിദോവനാണ്. 20-ാമത്തെ വയസ്സിൽ ലോക സംഗീതത്തെ കിടുകിടാ വിറപ്പിച്ച, 20-ാമത്തെ വയസ്സില് തന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ട് സംഗീത ലോകത്ത് നിന്ന് വിരമിക്കാൻ പോയപ്പോ വിധിക്ക് വേണ്ടി വിളിയിട്ട് കൊടുക്കാതെ ആ സമയത്ത് ഈ സംഗീതം വായിക്കുന്ന പിയാനോയിൽ നിന്ന് കമ്പിയെടുത്തിട്ട് തന്റെ പല്ലിന്റെ ഇടയിലേക്ക് കെട്ടി അതിലൂടെ വരുന്ന ആ സംഗീതത്തിന്റെ തന്ത്രികളെ അതിലൂടെ മനസ്സിലാക്കിയിട്ട് ലോകത്ത് സംഗീതം കൊണ്ടുവന്ന ബിതോവന്റെ മൂൺലൈറ്റ് ഓഫ് സാറ്റ ലോക സംഗീതത്തിന്റെ വിസ്മയമാണ്. പക്ഷേ മരിക്കാൻ പോകുന്നവന്റെ പോലും ഹൃദയത്തിന് കൊടുത്ത സംഗീതം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ സംഗീതമാണ്. ആശയ സാഗരത്തെ ലോകത്തോട്ട് തന്ന ആകാശ ലോകത്തിന്റെ പ്രപഞ്ച വിസ്മയങ്ങളിലേക്ക് വാതിലുകൾ തുറന്നു കൊടുത്ത, വാസ്കോഡ ഗാമയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത ലോകത്തിന് അത്ഭുതമായൊരു ഖുർആൻ ഉണ്ടല്ലോ. ഇശാ നമസ്കാരത്തിന് ഓതാറില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ചെറിയ ഒരു കാര്യം പറഞ്ഞ് എന്റെ കൗമാരക്കാരോട് ഞാൻ ഖുർആനിലേക്ക് ഒരു ജാലകവിരി തുറന്നു തരികയാണ്. ഗവേഷണത്തിന്റെ സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യനെ തന്നെയാണ് സത്യം. പിന്നെ പ്രകാശത്തെ എടുത്തു പറയേണ്ട കാര്യമില്ല. കുല്ല് പറഞ്ഞാൽ പിന്നെ ജുസു പറയേണ്ടെന്നാണ് വ്യാകരണ ശാസ്ത്രം. സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. ഇവിടെ നോക്ക്. അപ്പൊ ആ പ്രകാശത്തെ എടുത്തു പറയണമെങ്കിൽ ആ പ്രകാശത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? 1400 വർഷം മുമ്പ് ആമിനയുടെ മുത്തുമോനാണ് ഇത് ഓതുന്നത്. എന്താ പ്രകാശത്തിന്റെ പ്രത്യേകത? നമ്മളിവിടെ വശംസി ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെനിക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കണം. റമളാൻ അതൊരു പറ്റിയ മാസമാണ്. എന്താ സൂര്യപ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എന്തിട്ട് കുട്ടികളടപ്പ? ലോകത്തിലെ ഏറ്റവും വേഗതയുള്ളത് പ്രകാശത്തിനാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാ? അയ്യേ, ആരെങ്കിലും പറയാ ഈ മോതിരം തരാം. പ്രകാശത്തിന്റെ വേഗത എത്രയാ? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ താണ്ടുന്ന പ്രകാശം. ആ പ്രകാശത്തിന്റെ വേഗതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേഗത. ഒരു ചെറിയ അധ്യായത്തിൽ ഇത്രമേൽ മനോഹരമായൊരു പ്രപഞ്ച രഹസ്യത്തെ പറയുന്നവരാരാ? ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ നിൽക്കുന്ന സൂര്യന്, ആ സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ 2,99,792.5 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഏതാണ്ട് 7 മിനിറ്റും 14 സെക്കൻഡും കഴിഞ്ഞേ ഭൂമിയിലെത്തുകയുള്ളൂ. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടിരുന്ന് നോക്കുന്ന മറിത്യൻ കഥയെന്ത് കണ്ടു? എന്നിട്ടാണ് ആരിഫ് ഹുസൈൻ പടച്ചവനില്ലെന്ന് പറയുന്നത്. ആരിഫ് ഹുസൈനും യുക്തിവാദികളും അള്ളയില്ലെന്ന് പറയുന്നത്. തീർന്നില്ല മനുഷ്യ. 9 ദിവസം കൊണ്ടുപോയി തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ട് 9 മാസം വരെ സ്പേസിൽ കുടുങ്ങിക്കിടന്ന ബഹിരാകാശ സഞ്ചാരിയായ ശ്രീമതി സുനിത വില്യംസിനെ പഠിക്കണം പെണ്ണുങ്ങളെ. ഈ കൈരളിയിലെ കുക്കറി ഷോയും കണ്ട് നമ്മൾ എങ്ങനെ നോമ്പ് തുറക്ക് ഏത്തക്കാപ്പ് ഉണ്ടാക്കാന്ന് പഠിച്ചാ പോരാ.
പഠിക്കേണ്ടത് നൂഡിൽസ് ഉണ്ടാക്കാനല്ല. സുനിത വില്യംസ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ബഹിരാകാശ സഞ്ചാരിയായ പെണ്ണ് സുനിത വില്യംസ് ആദ്യം ഭൂമിയിൽ വന്നിട്ട് യാത്ര പറയുമ്പോ പറഞ്ഞതെന്തെന്നറിയോ? ബഹിരാകാശത്തിരിക്കുമ്പോ ഒരേ സമയത്ത് തന്നെ 16 ഉദയവും 16 അസ്തമയവും ഞാൻ കണ്ടു. ആകാശ ലോകത്തിരുന്നിട്ട് താഴോട്ട് നോക്കുമ്പോ ഒരേ സമയത്ത് തന്നെ 16 ഉദയവും 16 അസ്തമയവും ഞാൻ നേരിട്ട് കണ്ടു. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഒരു സൂര്യനെയുള്ളൂ, ഒരേ ഒരു ചന്ദ്രനെയുള്ളൂ. ഒരേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ 16 ഉദയവും 16 അസ്തമയവും. എവിടെയാണ് ഇതിന് ഉത്തരം പറയാൻ കഴിയുക? ഉത്തരം പറയുന്ന ആരെന്നറിയുമോ? 1500 വർഷങ്ങൾക്ക് മുമ്പ് അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ഗുരുവിൽ നിന്ന് നേടിയിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ ലോകത്തിന്റെ പ്രവാചകന് ബുറാഖ് എന്ന അതിശീഘ്ര ദ്രുത ഗമന വാഹനത്തിൽ കയറി ആകാശ ലോകത്തിന്റെ സ്പേസുകളെ താണ്ടിയ ബുറാഖിന്റെ പ്രവാചകന് സാഹിബുൽ ബുറാഖി വ റഫറഫിൽ ഇലാ റസൂലുള്ളാഹ് സലവാത്തുൻ തഹിയാത്തുൻ അലൈഹിസ്സലാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരേ സമയം തന്നെ 16 ഉദയവും 16 അസ്തമയവും കണ്ടെന്ന് പറയുമ്പോ 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ. ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഒന്നിലധികം ഉദയങ്ങളുടെയും അസ്തമയങ്ങളുടെയും രക്ഷിതമാണ് നിന്റെ റബ്ബ്. ഇന്നാ ലഖാദിറൂൻ, അതിന് ഞാൻ കഴിവുള്ളവനുമാണ്. ഈ ഖുർആൻ പഠിക്കേണ്ട സഹോദര, ഇത് പുരോഗമനത്തിനെതിരെ പുറംവാതിൽ അടച്ചു വെച്ച ഗ്രന്ഥമല്ല. ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ ഈ ലോകത്തോട് പറഞ്ഞ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ വഴിയിലൂടെ അല്ലാഹു നമ്മളെ നടത്തി തരട്ടെ. അല്ലാഹു നമ്മളെ നടത്തി തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ നടത്തി തരട്ടെ. അതുകൊണ്ട് ഈ ഖുർആനിനെ പഠിക്കണം, ഈ ഖുർആനിന്റെ വഴിയിലൂടെ നടത്തണം. ആ ഖുർആന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടിയാവണം. റമളാൻ വരികയാണ്. മഹാനായ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാനവറുകൾ ഖലീഫയായിരിക്കുമ്പോ മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു മദീനയിലെ വലിയ പ്രമാണിയാണ്. ഉയൈന റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ പ്രമാണിയാണ്. ആ സമയത്ത് ഉയൈന റളിയല്ലാഹു അൻഹു ഹിർറത്ത് ബിൻ ഹുസൈനോട് പറഞ്ഞു, മഹാനവറുകളെ, എനിക്ക് ഉമറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരണം. ചുരുക്കി പറയാം, റമളാനിലേക്ക് ഒന്ന് രണ്ട് ഉപദേശങ്ങൾ. അങ്ങനെ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു. ഉയൈന റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരുന്നു. ഉയൈന റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഉയൈന ചോദിച്ചു, നിനക്കറിയോ ഞാൻ ആരെന്ന് നിനക്കറിയോ? ആരോടാ ചോദിക്കുക? ഉമർ റളിയല്ലാഹു അൻഹു. ഉയൈന റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ പ്രബല ഗോത്രക്കാരനാ. മൈൻഡ് ചെയ്യാത്തപ്പോ ചോദിച്ചു, ഞാൻ ആരാന്ന് നിനക്കറിയോ? അപ്പോഴത്തേക്കും ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ ആരായാലും എനിക്കെന്താ? നീ ആരായാലും എനിക്കെന്താ? അപ്പോഴാണ് ഉയൈന റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ഒരു നാട്ടിലെ രണ്ട് പ്രമാണിമാര് തമ്മിലുള്ള ഒരു ക്ലാഷാണ്. രണ്ടുപേരും നല്ല ആളുകളാ, സഹാബിയാണ്. എന്നാലും നമ്മുടെ ഇടയിൽ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറൂല. റമളാൻ വരുമ്പോൾ അത് മാറ്റണം. അതിന് ഖുർആൻ ആധാരശിലയാവണം. ചില സ്വഭാവങ്ങളുണ്ട്, മാറൂല. ഹറമിൽ ഇങ്ങനെ തവാഫ് നടത്തി ഉംറയുടെ ഡ്രസ്സിൽ നടക്കുമ്പോൾ ഹറമിൽ വെച്ചിട്ട് വഴക്കുണ്ടായി രണ്ടുപേരും. അപ്പൊ അമീർ പറഞ്ഞു, ഇതെവിടെയാണ്? ഹറമാന്ന് ഓർക്കണം. ഉംറയുടെ ഡ്രസ്സിൽ ഇങ്ങനെ എന്തോന്ന് ഹറം? അപ്പോഴാണ് ഓർക്കണം, ഹറമാണല്ലോ എന്ന് നടത്തോന്. ആ നാട്ടിലുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറൂല. അതിന് പറയണത് ഹാബിറ്റ് എന്നാണ്. അതിന്റെ എച്ചും എയും കട്ട് ചെയ്താലും പിന്നെ ഒരു ബിറ്റ് അവിടെ ഉണ്ടാവും, പോറൂല, മാറൂല. ഇവര് രണ്ടുപേരും തമ്മില് ഒരു ചെറിയ ഒരു മത്സരം. നീ ആരാ? ആരായ എനിക്കെന്താ?
അല്ലാഹു വിട്ടുകൊടുത്തില്ല. അപ്പൊ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? അനൽ കരീമു വബിനുൽ കരീമി വബിനുൽ കരീം. ഞാൻ മാന്യനാണ്, എന്റെ വാപ്പ മാന്യനാണ്, എന്റെ വാപ്പാടെ വാപ്പ മാന്യനാണ്. ഞാൻ ആരെന്നറിയോ? ഞാൻ എന്റെ വാപ്പ, എന്റെ ഉപ്പാപ്പ, അവരൊക്കെ ഈ നാട്ടിൽ അറിയപ്പെട്ട ആളാ. ഉമർ റളിയല്ലാഹു തആല തിരിച്ചടിച്ചു, അന്തൽ ഖബീദ് വബിനുൽ ഖബീദ് വബിനുൽ ഖബീദ്. നീയും ചീത്തയാണ്, നിന്റെ വാപ്പയും ചീത്തയാണ്, നിന്റെ വാപ്പാന്റെ വാപ്പയും ചീത്തയാണ്. അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അപ്പൊ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു, ഉമറേ, എന്തു വർത്താനമാണ് ഈ പറയാ? നീ പിന്നെ എന്താ പറയുന്നത്? അനൽ കരീം വബിനുൽ കരീം വബിനുൽ കരീം എന്ന് പറഞ്ഞാൽ അത് മഹാനായ യൂസുഫ് ഇബ്നു യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം, യൂസുഫ് നബിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ? അത് നീ പറയാൻ ആരാണെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഉമറേ, അന്തലാ തഅദിലു ഫിൽ ഖളായാ. നിന്റെ ഭരണത്തിന് നീതിയില്ല ഉമറേ, നീ പക്ഷപാതിയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആലാവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാൻ നിങ്ങളും മനുഷ്യരല്ലയോ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു രീതിയിൽ സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു തആലാവിന് ദേഷ്യം വന്നു. നീ നീതി നടപ്പാക്കാത്തവനാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു. ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക? അബൂലൂലയുടെ കുത്തേറ്റു കുടൽമാല വെളിയിലോട്ട് വീണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കഫൻ തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ജന്നത്തുൽ മുഅ്മിനീനിലേക്ക് ഖബറടക്കാൻ എടുക്കുമ്പോ സഹാബത്ത് വിളിച്ചു പറഞ്ഞ വാക്കേടെന്നറിയോ? ആ മരിച്ചത് ഉമറല്ല, കുഫിന അദലുൽ ഇസ്ലാമി ബി അക്ഫാനി ഉമർ. ഇസ്ലാമിന്റെ നീതിയാണ് ആ വെള്ളത്തുണിയിൽ പൊതിച്ചിട്ട് കുരിച്ചിടുന്നത്. ഇനി അന്ധകാര ലോകത്ത് നീതി നടപ്പാക്കാൻ ആരുണ്ടെന്ന് സഹാബത്ത് കരഞ്ഞുപോയ നീതിയുടെ പര്യായമേ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമറിനോട് നീ നീതി നടപ്പാക്കാത്തവനാന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പഴയ സ്വഭാവത്തിലേക്ക് പോയി. അടുത്തിരുന്ന വാളൂരി എടുത്തിട്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് വെട്ടാൻ പോകുമ്പോ അപ്പുറത്ത് നിന്ന് ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സഹോദരാ, റമളാനാണ്, കോപമടക്കേണ്ട മാസം, സബറിന്റെ മാസം, ക്ഷമയുടെ മാസം. വിഷയത്തോട് നീതി പുലർത്തി ഒന്ന് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം പഠിക്കേണ്ടത് ഈ ഖുർആനിൽ നിന്നാണ്, ഒരായത്തിൽ നിന്നാണ്, അതിന്റെ വെളിച്ചത്തിൽ നിന്നാണ്, ആ ഖുർആനീക ദർപ്പണത്തിൽ നിന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് വാളുകൊണ്ട് വെട്ടാൻ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ, ഉയൈനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ മദീനയിൽ യുദ്ധം നടക്കും. ഉയൈന ഗോത്രക്കാരളവും ഈ മദീനയെ നീ കലാപഭൂമിയാക്കരുതേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിർറത്ത് ബിൻ ഹുസൈൻ മാറി നിൽക്ക്. കോപത്തോടെ വാളുകൊണ്ട് കഴുത്തിൽ വെട്ടുമ്പോ മഹാനായ ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, ഉമറിനെ ശാന്തനാക്കാൻ ഖുർആനിനെ കഴിയൂ. ഇതുപോലൊരു സമയത്ത് ഹബീബിന്റെ തല വെട്ടാൻ വാളും കൊണ്ടുവന്നപ്പോ ഈ ഉമറിനെ പിന്തിരിപ്പിച്ചത് ഖുർആനാണ്. ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ثم تلا هذه الآية. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ ആയത്ത് ഓതി, ഉമറേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, പുറത്തു കൊടുക്കണേ, വഅ്മുർ ബിൽ ഉർഫി, നന്മ പറയണേ, വഅരിദ് അനിൽ ജാഹിലീൻ, എന്തെങ്കിലും അജ്ഞാനം കൊണ്ട് പറഞ്ഞാൽ മാറി നിന്നേക്കണേ. ഈ ആയത്തങ്ങട് ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു, കൈ അയഞ്ഞു, വാൾ തലപ്പ് താഴോട്ട് വീണു. മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉയൈന, ദേശം കൊണ്ട് ചെയ്തതാണ്, ഉമറിനോട് മാപ്പാക്കണേ ഉയൈന റളിയല്ലാഹു തആല അൻഹു. ലോകത്തിലെ ഏറ്റവും പരിക്കനായ ഹൃദയത്തിന്റെ ഉടമയെ വാളുകൊണ്ട് തലവെട്ടാൻ പോയപ്പോ 2 പ്രാവശ്യവും കീഴ്പ്പെടുത്തിയത് ഈ ഖുർആനിന്റെ ചെറിയ ഒരായത്താണ്. നമുക്കും ആയത്തിലൂടെ നടക്കണ്ടേ. അല്ലാഹു
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾക്ക് മതി വരുന്നില്ല, അല്പം കൂടി ദീർഘിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് ശ്രോതാക്കൾ. ഉസ്താദിന്റെ ദീർഘായുസ്സിനും ഖൈറും ബറക്കത്തുണ്ടായി ഞങ്ങൾ ദുആ ചെയ്തോളാം. അൽഹംദുലില്ലാഹ്. ഞങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലമുണ്ട്. ഖുർആനിനെ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മതി വരാത്തത്? ഇത് ഉമറിന്റെ കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ഗ്രന്ഥമാണ് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ വരാം. എല്ലാം ഓരോ കണക്കുകൂട്ടലുകളുണ്ട്. അതിനപ്പുറം ഏത് സമയത്തും ഷാജാൻ സാഹിബ് ഞാനൊക്കെ ഞാൻ മണക്കാടിരിക്കുമ്പോഴുള്ള ബന്ധമാണ്. അത് എന്നെ വിളിച്ചു ചോദിച്ചു, എന്നെ അറിയുമോ? ഞാൻ പിന്നെ അറിയാത്തണ്ട. ആ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. ഈ വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മതിയാവാത്തത്. ഈ വിഷയം അതായതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഖുർആനിനെ സ്നേഹിക്കണം. സഹോദരി, ഈ റമളാനിൽ ഖത്തം നാളെ മുതലേ ഓതാൻ തുടങ്ങണം. നാളെ മുതലേ, റമളാൻ വരുമ്പോഴല്ല, ഓൺലൈനുകളിലുണ്ട്. എനിക്ക് ഹാഫിളത്താവണം. ഞാൻ മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അവിടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപിച്ചിരുന്നു. അന്ന് 65 വയസ്സുണ്ട് ഒരു ഉമ്മക്ക്. ആ ക്ലാസ്സിന് വന്ന ഉമ്മ പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വാത് കേട്ടിട്ട് ഞാൻ ഏതാണ്ട് 10 ജുസുകളെ കാണാതെ പഠിച്ചു. ആ ഉമ്മയുടെ മോള് ഹാഫിളത്തായി. അവർ പിന്നെ സൗദിയിൽ പോയി. അവിടെ പോയിരുന്നവർ പഠിച്ചു. വഴികാട്ടുക എന്നതാണ് ധർമ്മം. എത്ര സ്ത്രീകൾക്ക് ഹാഫിളത്തുകളാവാം, എത്ര ഓൺലൈൻ അക്കാഡമികൾ, എത്ര വലിയ ഓൺലൈൻ സർവീസുകൾ, തജ്വീദ് പഠിക്കാൻ, തർത്തീൽ പഠിക്കാൻ. കാരണം ഖുർആൻ പഠിക്കണം. ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോകും. അവസാനം ഒരു ഒടുക്കത്തെ യാത്രയുണ്ട്. ആ യാത്രയിൽ നമ്മുടെ കൂടെ വരുന്നതാരാ? നമ്മുടെ മക്കളില്ല. അവസാനം മരണം നമ്മളെ മാടി വിളിക്കുന്ന ഒരു നേരം, അതെപ്പോഴാണ് വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ അവസാന നിമിഷം നീ നന്നാക്കണേ അല്ലാ. സഹോദരാ, ഏത് നിമിഷമാണ് വിട പറയുന്നതെന്നറിയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും കരുത്തുള്ള മറാത്ത രാഷ്ട്രീയത്തിന്റെ അധികായനായിരുന്ന ശരത് പവാർ 36ാമത്തെ വയസ്സിലെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന പിതൃ സഹോദരനായ ശരത് പവാറിന്റെ NCPയെ പുലർത്തി മറാത്ത രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കസേര കുതിച്ച് ആ ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ ജെറ്റ് പറന്നുയർന്ന് 15 മിനിറ്റിന് ശേഷം നിലം തൊടാനെടുക്കുമ്പോ രണ്ടായി പൊട്ടിപ്പിളർന്ന് തീഗോളമായിട്ട് കത്തി അവസാനിക്കുമ്പോ ആ മനുഷ്യന്റെ കത്തിക്കരിഞ്ഞ ശരീരത്തില് കരിയാത്ത ഒന്നേ ഉള്ളത് അയാളുടെ സ്വർണ്ണമോതിരമാണ്. അത് കണ്ടിട്ടാണ് ഇത് രാഷ്ട്രീയത്തിന്റെ അധികായനായ അജിത് പവാറാന്ന് തിരിച്ചറിഞ്ഞത്. മരണത്തിന് മുമ്പിൽ കരുത്തരില്ല, എല്ലാവരും ബലഹീനര് മാത്രം. അവസാനം ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും, ഇന്നയാൾ മരണപ്പെട്ടു പോയെന്ന്. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുമ്പിൽ നമ്മളെ കിടത്തുമ്പോ പൊന്നുമക്കൾ വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളോട് സലാം പറയുമ്പോ, നമ്മുടെ ഭാര്യ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ, ഇവിടെ നിന്ന് വാതിന് പോകുമ്പോ യാത്ര പറഞ്ഞു പോയവനെ എന്നോട് പറയാതെ ഒരിടത്തും പോവാറില്ലല്ലോ, എവിടേക്കാണ് ഞാനില്ലാതെ പോയതെന്ന് പ്രിയപ്പെട്ടവള് കെട്ടിപ്പിടിച്ച് കരയുമ്പോ കാത്തിരുന്ന പൊന്നുമോള് കരയുന്ന നേരത്ത് അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഇറങ്ങുന്ന നേരത്ത് വാപ്പയെപ്പോട് വരും. 7 മണിക്ക് തുടങ്ങിയിട്ട് 9:30 അവസാനിച്ച് 10:30 ഉപ്പച്ചി വരുമെന്ന് പറഞ്ഞ് എന്റെ പൊന്നുമോൾ എന്റെ വീട്ടിൽ ആയൂർ കാരാളി ഓണത്ത് കാത്തിരിക്കുന്നുണ്ട്. ആർക്കറിയാം അവളുടെ മുമ്പിലേക്ക് ഞാൻ ജീവനോടെ എത്തുമോ, അതെല്ലാം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഞാൻ പോകുമോ? കാത്തിരിക്കുന്ന എന്റെ ഭാര്യയുടെ വീട്ടിൽ ഇതേപോലെ നിങ്ങളെയും കാത്തിരിക്കുന്നില്ലേ? വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവസാനം ഒടുക്കത്തെ കുളിയും കഴിഞ്ഞ് 6 അടി മണ്ണിലേക്ക് പോകുമ്പോ മരണം എപ്പോഴാ വരിക? ഞാൻ ഇന്നിവിടേക്ക് ഇറങ്ങാൻ ഒരു അരമണിക്കൂർ വൈകിയത്. 5 മണിക്ക് ഇറങ്ങണമെന്ന് ഡ്രൈവറോട് പറഞ്ഞു വാഹനം റെഡിയായി. അപ്പോഴാണ് വിളിക്കുന്നത്, ഉച്ചയ്ക്ക് മരിച്ചാളുടെ മയ്യത്തടക്കാൻ പോകുന്നു. ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്ത് അരമണിക്കൂർ വൈകിപ്പോയി. കേറാൻ പോകുമ്പോ പള്ളിയുടെ
മിനാരത്തിൽ അടുത്ത അനൗൺസ്മെന്റ്, എന്റെ അയൽപക്കത്തുള്ള വേറൊരാൾ മരണപ്പെട്ടു, നാളെ രാവിലെ 9 മണിക്കടക്കമാണ്. ഇന്നത്തെ ദിവസം ഒരാളെ കബറടക്കുകയും മറ്റൊരാളുടെ മരണം കേൾക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അടുത്തതാരാണ്? ആരാണടുത്തത്? ആരാണടുത്തത്? പിറവിക്ക് ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര. പിറവിക്ക് ശേഷമുള്ള ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര. ഞാൻ എന്ത് നേടി ഈ മണ്ണിൽ? നീ എന്ത് നേടി ഈ മണ്ണിൽ? നേടിയതെല്ലാം മണ്ണിന് നൽകി മണ്ണിലേക്കുള്ള ഒരു യാത്ര. നീ എന്ത് നേടി ഈ മണ്ണിൽ? ഞാൻ എന്ത് നേടി ഈ മണ്ണിൽ? നേടിയതെല്ലാം മണ്ണിന് നൽകി മണ്ണിലേക്കുള്ള ഒരു യാത്ര. നേടിയതെല്ലാം മണ്ണിലേക്ക് കൊടുത്ത് 6 അടി മണ്ണിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിറക്കി വെച്ച് മുകളിലേക്ക് പലക വെച്ച് മടക്കി അതിന്റെ മുകളിൽ മണ്ണുമിട്ട് മൈലാഞ്ചിച്ചെടി അടയാളം വെച്ചു മീസാൻ കല്ലുമിട്ട് അവസാനം മുക്രിക്കാക്ക വെള്ളവും ഒഴിച്ചിട്ട് അതിന്റെ മുമ്പിലിരുന്നിട്ട് ഖതീബ് ഓതിത്തരുന്ന ഒരു വാക്കില്ലേ, യാ അബ്ദല്ലാഹ് യബ്ന അമത്തില്ലാഹ്, അല്ലാഹുവിന്റെ അടിമയെ, ഇദാ അതാകൽ മലക്കാനിൽ അസ്വദാനിൽ ഹായിലാനിൽ കരീമാനി ഫൈകലാക വഅതിലസാക വസലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക. ഭീമാകാരമായ രൂപത്തിലുള്ള മലക്കുകൾ വന്നിട്ട് എഴുന്നേപ്പിച്ചിരട്ടിച്ച് ചോദിക്കില്ലേ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? അല്ലാഹു റബ്ബി. വമൻ നബിയുക, നിന്റെ നബിയാരാ? വമുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചിട്ട് മൂന്നാമത്തെ ചോദ്യമേതാ? വമൻ ഇമാമുക, നിന്റെ ഇമാമാരാന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് അൽ ഖുർആനു ഇമാമി, അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമു ഖുർആനാണ്, അത് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ പുറകിൽ നിന്നതെന്ന് പറയാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയണം. വൽ ഖുർആനു ഇമാമി, ഇമാമി കിതാബുല്ലാഹി വല്ലാഹു ഖിബ്ലതി വദീനി മിനൽ ലദിയാനി അഅലാ വഅഫഖറൂ. അങ്ങനെ വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമു ഖുർആനാണ്. അങ്ങനെ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് റമളാനിൽ ഒരു ഖത്തമെങ്കിലും പൂർത്തിയാക്കണം. റമളാൻ ഖുർആൻ അവതരിപ്പിക്ക മാസമാണ്. റമളാനിന് പവിത്രത കിട്ടിയത് ഖുർആനിന്റെ പേരിലാണ്. അതുകൊണ്ട് അറിയാത്ത സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജവാഹിറുൽ ഉലൂമിൽ നിങ്ങളുടെ ഇൽമിന്റെ തറവാടാണ്. അവിടെ ചെന്ന് പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.